ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രത്തിൽ 1947 വിഭജനമേൽപ്പിച്ച മുറിവുകൾ ചെറുതല്ല. അതിർത്തി നിശ്ചയിക്കാനെത്തിയ ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ സിറിൽ റാഡ്ക്ലിഫിന് ഹിമാലയത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്നു. 1949 കറാച്ചി കരാറിലൂടെ അതിർത്തി നിശ്ചയിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും ദുർഘടമായ ഈ മഞ്ഞുപാളികൾക്ക് മുകളിൽ ആരും ഒരിക്കലും പോകില്ലെന്നും അവിടെയൊരു മനുഷ്യവാസം സാധ്യമല്ലെന്നും ഇന്ത്യയും പാകിസ്ഥാനും കരുതി. അതിനാൽ NJ 9842 എന്ന പോയിന്റ് വരെ അതിർത്തി കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് വടക്കോട്ട് ഹിമനികൾക്കപ്പുറത്തേക്ക് എന്നു മാത്രം അവരെഴുതി വെച്ചു. ഈയൊരു അവ്യക്തതയാണ് 1970കളിൽ പാകിസ്ഥാൻ വലിയൊരു തന്ത്രമായി മാറ്റിയത്. അവർ ലോകത്തെ പ്രമുഖ പർവ്വതാരോഹകർക്ക് സിയാച്ചിൻ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള പെർമിറ്റുകൾ നൽകാൻ തുടങ്ങി. ഭൂപടങ്ങളിൽ സിയാച്ചിൻ പാകിസ്ഥാന്റെ ഭാഗമായി അവർ രേഖപ്പെടുത്തി. വിദേശികൾ സിയാച്ചിനിൽ വരുന്നത് പാകിസ്ഥാന്റെ പെർമിറ്റ് വാങ്ങിയാണെങ്കിൽ ക്രമേണ ആ പ്രദേശം തങ്ങളുടേതാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ സ്ഥാപിച്ചെടുക്കാം എന്നതായിരുന്നു അവരുടെ ബുദ്ധി. 1988 കേണൽ നരേന്ദ്ര എന്ന ഇതിഹാസ പർവ്വതാരോഹകൻ സിയാച്ചിനിൽ നടത്തിയ പര്യവേക്ഷണമാണ് ഇന്ത്യയെ ഉണർത്തിയത്. അദ്ദേഹം അവിടെ നിന്ന് പാകിസ്ഥാൻ ഉപേക്ഷിച്ച സിഗരറ്റ് പാക്കറ്റുകളും ജാപ്പനീസ് നിർമ്മിത പർവ്വതാരോഹണ ഉപകരണങ്ങളും കണ്ടെത്തി. പാകിസ്ഥാൻ പതുക്കെ ഈ കൊടുമുടികളിൽ സൈനിക പോസ്റ്റുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അദ്ദേഹം സർക്കാരിനെ അറിയിച്ചു. സിയാച്ചിൻ കൈവിട്ടുപോയാൽ ലഡാക്കിന്റെ സുരക്ഷ അപകടത്തിലാകുമെന്നും ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഇന്ത്യയെ വളയുമെന്നും ഇന്ത്യ തിരിച്ചറിഞ്ഞു. 1983 പകുതിയോടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ പാകിസ്ഥാന്റെ പ്ലാനുകളെക്കുറിച്ച് നിർണായകമായ ഒരു വിവരം കണ്ടെത്തി. ലണ്ടനിലെ പ്രശസ്തമായ പർവ്വതാരോഹണ ഉപകരണങ്ങൾ വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് പാകിസ്ഥാൻ 5000-ലധികം ആർട്ടിക് വസ്ത്രങ്ങളും അഥവാ എക്സ്ട്രീം കോൾഡ് വെതർ ക്ലോത്തിംഗ് സിസ്റ്റം പർവ്വതാരോഹണ ബൂട്ട്സുകളും ഓർഡർ ചെയ്തിരിക്കുന്നു. അത്ഭുതകരമായ കാര്യം, ഇതേ കടയിൽ നിന്നാണ് ഇന്ത്യൻ സൈന്യവും വസ്ത്രങ്ങൾ വാങ്ങാൻ പദ്ധതിയിട്ടിരുന്നത്. പാകിസ്ഥാൻ മെയ് മാസത്തിൽ ഓപ്പറേഷൻ അബാബിയിൽ തുടങ്ങുമെന്ന് മനസ്സിലായ ഇന്ത്യ ഏപ്രിൽ മാസം പകുതിയോടെ തന്നെ അവിടെ എത്താൻ തീരുമാനിച്ചു. വൈശാഖി ദിനമായ ഏപ്രിൽ 13 ഓപ്പറേഷൻ മേഘദൂത് തുടങ്ങാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അനുമതി നൽകി. ശത്രു ഒരുങ്ങുന്നതിന് മുൻപേ സിയാച്ചിനിൽ എത്തുക എന്നതായിരുന്നു ഏക പോംവഴി. ഈ ദൗത്യത്തിന്റെ രഹസ്യപേര് ഓപ്പറേഷൻ മേഘദൂത് എന്നായിരുന്നു. സിയാച്ചിൻ പോലൊരു സ്ഥലത്ത് യുദ്ധം ചെയ്യാൻ സാധാരണ പരിശീലനം പോരായിരുന്നു. -50 തണുപ്പിൽ യന്ത്രത്തോക്കുകൾ ജാമാകാനും ടാങ്കുകൾ പ്രവർത്തിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ പ്രത്യേക ആയുധങ്ങളും വസ്ത്രങ്ങളും ഇന്ത്യ സമാഹരിച്ചു. സൈനികർക്ക് ഓസ്ട്രിയയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആർട്ടിക് ഷൂസും ഗ്ലാസുകളും നൽകി. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ വെല്ലുവിളിയാണ് സൈനികർ നേരിട്ടത്. സിയാച്ചിനിൽ വിശപ്പ് അനുഭവപ്പെടില്ല എന്നതായിരുന്നു പ്രധാന പ്രശ്നം. അതുകൊണ്ടുതന്നെ സൈനികർ ഭക്ഷണം കഴിക്കാൻ മറന്നുപോകുകയും ശരീരം ക്ഷയിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് പരിഹരിക്കാൻ ISRO വികസിപ്പിച്ചെടുത്ത പ്രത്യേക ഭക്ഷണ പാക്കറ്റുകൾ അവർക്ക് ആശ്വാസമായി. ചോക്ലേറ്റുകൾ, നട്ട്സ്, ഉണക്കിയ മാംസം എന്നിവയാണ് പ്രധാനമായും നൽകിയത്. സിയാച്ചിനിൽ മഞ്ഞുരുകി വെള്ളമാക്കാൻ മണ്ണെണ്ണ സ്റ്റൗവുകൾ ഉപയോഗിച്ചു. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഇത്രയും ഉയരത്തിൽ ഒരു മുട്ട പുഴുങ്ങാൻ പോലും മണിക്കൂറുകൾ എടുക്കുമായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ സഹായമില്ലാതെ ഓപ്പറേഷൻ മേഘദൂത് ഒരിക്കലും വിജയിക്കില്ലായിരുന്നു. റഷ്യൻ നിർമ്മിത IL-76 A-32 വിമാനങ്ങൾ ഉപയോഗിച്ച് ലേ എയർബേസിലേക്ക് ടൺ കണക്കിന് സാധനങ്ങൾ എത്തിച്ചു. എന്നാൽ ലേയിൽ നിന്ന് സിയാച്ചിനിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ ചെറുകിട ഹെലികോപ്റ്ററുകൾ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ഇതിനായി ചീറ്റ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 20,000 അടി ഉയരത്തിൽ ഒരു ഹെലികോപ്റ്റർ പറത്തുന്നത് അന്നത്തെ കാലത്ത് അസാധ്യമായിരുന്നു. കാറ്റിന്റെ വേഗതയും താഴ്ന്ന മർദ്ദവും ഹെലികോപ്റ്ററുകളെ തകർക്കാൻ പ്രാപ്തമായിരുന്നു. പലപ്പോഴും മഞ്ഞുവീഴ്ച കാരണം ഒന്നും കാണാൻ കഴിയില്ലെങ്കിലും പൈലറ്റുമാർ അവരുടെ ജീവൻ പണയം വെച്ച് സൈനികരെ ഹിമനിയുടെ മുകളിലെത്തിച്ചു. പാകിസ്ഥാന്റെ റഡാറുകളിൽ പെടാതിരിക്കാൻ മലയിടുക്കുകളിലൂടെ വളരെ താഴ്ന്നു പറന്നായിരുന്നു ഈ നീക്കങ്ങൾ. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ മഞ്ഞിന് തൊട്ടുമുകളിൽ നിർത്തി സൈനികർ പുറത്തേക്ക് ചാടുകയായിരുന്നു. സിയാച്ചിൻ യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായത് ഇന്ത്യൻ ആർട്ടിലറിയുടെ ഇടപെടലാണ്.
സമുദ്രനിരപ്പിൽ നിന്ന് 18,000 അടിക്ക് മുകളിൽ കനത്ത പീരങ്കികൾ എത്തിക്കുക എന്നത് ലോകം അസാധ്യമാണെന്ന് കരുതി. എന്നാൽ ഇന്ത്യൻ സൈന്യം അത് സാധ്യമാക്കി. ഹൗബിറ്റ്സ് HF-77 പീരങ്കികളെ ഹെലികോപ്റ്ററുകളിൽ ഭാഗങ്ങളായി തൂക്കിയും മഞ്ഞിലൂടെ വലിച്ചും സൈനികർ മുകളിലെത്തിച്ചു. സിയാച്ചിനിലെ അന്തരീക്ഷമർദ്ദം കുറവായതുകൊണ്ട് പീരങ്കി ഉണ്ടകൾ ഭൗമോപരിതലത്തേക്കാൾ കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കുമായിരുന്നു. ഇത് കണക്കാക്കാൻ പ്രത്യേക ബലിസ്റ്റിക് ടേബിളുകൾ ഇന്ത്യൻ സൈന്യം തയ്യാറാക്കി. പാകിസ്ഥാന്റെ സപ്ലൈ ലൈനുകൾ തകർക്കുന്നതിലും അവരുടെ ബങ്കറുകൾ തകർക്കുന്നതിലും ഇന്ത്യൻ പീരങ്കിപ്പട വലിയ പങ്ക് വഹിച്ചു. ലോകത്തിൽ തന്നെ ഇത്രയും ഉയരത്തിൽ ആർട്ടിലറി യുദ്ധം നടന്ന മറ്റൊരു സ്ഥലമില്ല. മുന്നോട്ടു പോകും മുൻപൊരു അഭ്യർത്ഥനയാണ്. നമ്മുടെ ഈ പുതിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും നിങ്ങളുടെ വിഷയത്തിലുള്ള അഭിപ്രായം താഴെ പങ്കുവെക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. സിയാച്ചിനിൽ ഒരു സൈനികനെ തുടർച്ചയായി 3 മാസത്തിലധികം ഡ്യൂട്ടിക്കിടാറില്ല. കാരണം കഠിനമായ തണുപ്പും ഓക്സിജൻ കുറവും തലച്ചോറിനെയും ശരീരത്തെയും മാരകമായി ബാധിക്കും. അവിടെ ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന സൈനികർക്ക് പലപ്പോഴും ഉറക്കമില്ലായ്മ, ഓർമ്മക്കുറവ്, സംസാരശേഷിയിലെ മാറ്റങ്ങൾ എന്നിവ അനുഭവപ്പെടാറുണ്ട്. അതിനാൽ കൃത്യമായ റൊട്ടേഷൻ പോളിസി ഇന്ത്യ പിന്തുടരുന്നു. സൈനികർക്ക് മാനസികമായി വലിയ സമ്മർദ്ദമുണ്ടാക്കുന്ന ഒന്നാണ് ഒറ്റപ്പെടൽ. ആഴ്ചകളോളം കുടുംബവുമായി സംസാരിക്കാൻ കഴിയാതെ വെളുത്ത മഞ്ഞു മാത്രം കണ്ടു കഴിയുന്നത് മനുഷ്യ മനസ്സിനെ തളർത്തും. ഇതിനെ മറികടക്കാൻ സൈനികർക്കിടയിൽ പരസ്പരമുള്ള സ്നേഹവും സൗഹൃദവും വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. സിയാച്ചിനിൽ ജാതിയോ മതമോ ഇല്ല. അവിടെ എല്ലാവരും സഹോദരങ്ങളാണ്. സിയാച്ചിനിൽ ശത്രുവിന്റെ വെടിയുണ്ടയേക്കാൾ കൂടുതൽ പ്രകൃതിയാണ്. ഫ്രോസ്റ്റ് ബൈറ്റ് എന്നാണ് ഏറ്റവും വലിയ വില്ലൻ. തൊലിപ്പുറത്ത് മഞ്ഞു കട്ടപിടിക്കുകയും രക്തയോട്ടം നിലയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത് ബാധിച്ചാൽ പലപ്പോഴും വിരലുകളോ കാലോ മുറിച്ചു കളയേണ്ടി വരും. മറ്റൊരു മാരക ശത്രുവാണ് HAPE, ഹൈ ആൽറ്റിറ്റ്യൂഡ് പൾമണറി എഡിമ. ശ്വാസകോശത്തിൽ വെള്ളം നിറയുന്ന ഈ രോഗം മിനിറ്റുകൾക്കുള്ളിൽ ജീവനെടുക്കും. ഇന്ത്യൻ ആർമി മെഡിക്കൽ കോർപ്സ് സിയാച്ചിനിൽ അവിശ്വസനീയമായ സേവനമാണ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മിലിറ്ററി ആശുപത്രികൾ ഇന്ത്യ സിയാച്ചിനിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഹൈപ്പർബാറിക് ചേംബറുകൾ ഉപയോഗിച്ച് സൈനികരുടെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെ സാധിക്കുന്നു. ഓപ്പറേഷൻ മേഘദൂത് കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം 1987-ലാണ് സിയാച്ചിനിലെ ഏറ്റവും വലിയ പോരാട്ടം നടന്നത്. പാകിസ്ഥാൻ സൈന്യം സിയാച്ചിനിലെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് 21,533 അടിയിൽ ക്വൈദ് പോസ്റ്റ് നിർമ്മിച്ചു. ഇത് പിടിച്ചെടുക്കാൻ നൈബ് സുബേദാർ ബാന സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം നിയോഗിക്കപ്പെട്ടു. -50 ഡിഗ്രി തണുപ്പിൽ 1500 അടി ഉയരമുള്ള കുത്തനെയുള്ള മഞ്ഞുപാളിയിലൂടെ അവർ ഇഴഞ്ഞു കയറി. മുകളിലെത്തിയ ബാന സിംഗ് ശത്രു ബങ്കറിലേക്ക് ഗ്രനേഡ് എറിഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ ആ താവളം ഇന്ത്യ പിടിച്ചെടുത്തു. ഈ വീരഗാഥയ്ക്ക് ഇന്ത്യ അദ്ദേഹത്തിന് പരമവീര ചക്രം നൽകി ആദരിച്ചു. ഇന്ന് ആ സ്ഥലം ബാന ടോപ്പ് എന്നറിയപ്പെടുന്നു. 1984 ഏപ്രിൽ 13-ന് ക്യാപ്റ്റൻ സഞ്ജയ് കുൽക്കർണിയുടെ നേതൃത്വത്തിലുള്ള 30-അംഗ കുമാവോൺ റെജിമെന്റ് സംഘം ബിലാഫോണ്ട് ലാ എന്ന സ്ഥലത്തിറങ്ങി. അവർ അവിടെ എത്തിയ ഉടനെ വലിയൊരു ഹിമപാതമുണ്ടായി. 3 ദിവസത്തോളം ഈ സംഘവുമായി യാതൊരു ആശയവിനിമയവും സൈന്യത്തിനുണ്ടായിരുന്നില്ല. ഈ 3 ദിവസവും ആ സൈനികർ കൊടും തണുപ്പിൽ മഞ്ഞിൽ കുഴിയെടുത്ത് അതിനുള്ളിലിരുന്നാണ് ജീവൻ നിലനിർത്തിയത്. കാലാവസ്ഥ മാറിയപ്പോൾ കൂടുതൽ സൈനികരെത്തി പ്രധാനപ്പെട്ട എല്ലാ മലയിടുക്കുകളും പിടിച്ചെടുത്തു. ഏപ്രിൽ 17-ന് പാകിസ്ഥാൻ സംഘം സിയാച്ചിനിലേക്ക് എത്തിയപ്പോൾ മലമുകളിൽ ഇന്ത്യൻ സൈനികരെ കണ്ട് അവർ അന്തം വിട്ടുപോയി. പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും ഉയരത്തിലുള്ള സ്ഥാനം ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകി. ഈ പോരാട്ടത്തിനിടയിലാണ് ഇന്ത്യക്ക് ആദ്യത്തെ രക്തസാക്ഷിയെ നഷ്ടപ്പെടുന്നത്, ലാൻസ് നായിക് ചഞ്ചൽ സിംഗ്. ഇന്ന് സിയാച്ചിനിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ജാഗ്രത കുറച്ചിട്ടില്ല. ഓരോ വർഷവും സിയാച്ചിൻ നിലനിർത്താൻ ഇന്ത്യ കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഇത്രയും ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മണ്ണെണ്ണ പൈപ്പ് ലൈൻ ഇന്ത്യ അവിടെ നിർമ്മിച്ചു. സൈനികർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ അവിടെയുണ്ട്. ചൈനയെയും പാകിസ്ഥാനെയും തമ്മിൽ സിയാച്ചിൻ ഒരു മതിൽ പോലെ വേർതിരിക്കുന്നു. ഈ തന്ത്രപ്രധാനമായ ഭൂമി കൈവിട്ടുപോയാൽ ഇന്ത്യയുടെ സുരക്ഷാ ഭൂപടം മാറ്റിയെഴുതേണ്ടി വരും. കാവൽ നിൽക്കുന്ന ഓരോ ജവാനും ഭാരതത്തിന്റെ സുരക്ഷയുടെ ഉറപ്പാണ്.
ഓപ്പറേഷൻ മേഘദൂതിലൂടെ നേടിയെടുത്ത ആ മണ്ണ് ഇന്നും ഇന്ത്യൻ സൈന്യം നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുന്നു. ആ ധീര സൈനികരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രണമിക്കാം. ജയ് ഹിന്ദ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.